ഹലോ, ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ് തിരുവനന്തപുരത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പൊന്മുടി. വൈകിട്ട് 4:30 ഞങ്ങൾ പൊന്മുടിയിൽ എത്തിച്ചേർന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശന സമയം. സഹ്യപർവ്വതനിരകളുടെ ഭാഗമായ ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുന്നിന് മുകളിൽ കയറുമ്പോൾ സൂക്ഷിക്കണം, വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. എന്തായാലും 22 ഹെയർപിൻ കർവും ഈ കുന്നും കയറി വന്നത് വെറുതെ ആയില്ല. നല്ല അടിപൊളി വ്യൂ, കോടമഞ്ഞും തണുത്ത കാറ്റും പുൽമേടുകളും, ഹാഹാ ഗംഭീരം. വർഷത്തിൽ ഭൂരിഭാഗ സമയവും ഇവിടം മഞ്ഞാൽ മൂടിക്കിടക്കാറുണ്ട്. സഞ്ചാരികൾക്ക് മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന നിരവധി വ്യൂ പോയിന്റുകൾ ഇവിടെയുണ്ട്. പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരിടമാണിത്. കോട്ട് സൂക്ഷിച്ചോ, ഒരവസരം കിട്ടിയ കാറ്റ് കൊണ്ടുപോകും. മാറി മാറി വരുന്ന കാലാവസ്ഥ ഇവിടുത്തെ പ്രത്യേകതയാണ്. അതുകൊണ്ട് കുട, കോട്ട് തുടങ്ങിയ ആയുധങ്ങൾ കയ്യിൽ കരുതുക. തലഭാഗം ഊതിപ്പറപ്പിക്കുന്ന കാറ്റിന് തടുക്കാൻ കെട്ടുള്ളത് നോക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. പറഞ്ഞു തീരും മുമ്പേ ഒരു മഴ പെയ്തു തുറന്നു. മഴയത്തൊരു കട്ടൻ ഒന്നാശിച്ചു. പക്ഷെ ആകെയുള്ള റെസ്റ്റോറൻറ്റ് 5 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തു. സോ ആ ക്ഷീണം മാറ്റാൻ നമുക്ക് നെക്സ്റ്റ് വ്യൂ പോയിന്റിലേക്ക് നടക്കാം. അങ്ങോട്ട് നോക്കൂ. പെട്ടെന്നൊരു നിമിഷം ആകാശത്ത് ആ 7 നിറങ്ങൾ തെളിയുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. മഴവില്ല്. ഇനി കുറച്ച് ഫോട്ടോഷൂട്ടിനുള്ള സമയമാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു മഴവില്ല് കാണുന്നത്. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഏറ്റവും മനോഹരമായ വിസ്മയങ്ങളിൽ ഒന്നാണല്ലോ അത്. പൊന്മുടി പോലെ മഞ്ഞും മഴയും കലർന്ന സ്ഥലങ്ങളിൽ മഴവില്ല് കാണുന്നത് ആ അനുഭവം ഇരട്ടിപ്പിക്കും. കാറ്റും മഴയും മഞ്ഞും വെയിലും. ഇനി നെക്സ്റ്റ് വ്യൂ പോയിന്റ്, കോടയുടെ ഉദ്ഭവസ്ഥാനം എന്ന് തോന്നിപ്പിക്കുന്ന ഒരിടം. മഞ്ഞ് മൂടിക്കിടക്കുന്ന കുന്ന്. പൊന്മുടി ഒരു ഡ്രോൺ നിരോധിത മേഖലയാണ്. പൊന്മുടി സുവർണ കൊടുമുടി അഥവാ ഗോൾഡൻ പീക്ക് എന്നാണ് ഈ പേരിന്റെ അർത്ഥം. സൂര്യോദയ സമയത്തും അസ്തമയ സമയത്തും സൂര്യപ്രകാശം മലനിരകളിൽ പതിക്കുമ്പോൾ കൊടുമുടികൾ സുവർണ നിറത്തിൽ തിളങ്ങാറുണ്ട്. മഞ്ഞും വെളിച്ചവും ചേർന്നുള്ള ഈ കാഴ്ചയാണ് ഈ പേരിന് ആധാരമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഴക്കാലത്തിന് ശേഷമുള്ള സമയം, അതായത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് പൊന്മുടി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. എന്തായാലും പൊന്മുടി ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നിരവധി വ്യൂ പോയിന്റുകളുണ്ട്. എങ്കിലും സമയം 6:15 കഴിഞ്ഞതുകൊണ്ടും യാത്രാക്ഷീണം കൊണ്ടും ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പൊന്മുടിയിലെ സ്റ്റേയും ബാക്കി ഡീറ്റെയിൽസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.